Hi, hello NEET aspirants. Welcome to EduPort. Hi, I am Afra. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ MBBS സ്റ്റുഡൻ്റ് ആണ്. നിങ്ങളെപ്പോലെ നീറ്റിന് പഠിച്ച് മാർക്ക് വാങ്ങിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനിരിക്കുന്നത്. ഇനി ആകെ ഒരു 80+ ഡേയ്സേ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട്. അവസാനത്തെ മാസങ്ങളാവുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന ടെൻഷനാണ്, ഇനി എന്താ ചെയ്യുക, ഇനി എന്താ പഠിക്കുക, പഠിച്ചാൽ മാർക്ക് കിട്ടുമോ. കൂടുതൽ കുട്ടികളും ചോദിക്കുന്ന ചോദ്യമായിരിക്കും, ഇനി പഠിച്ചാൽ കിട്ടുമോ. ഇനി പഠിച്ചാൽ കിട്ടുമോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഇപ്പോഴെങ്കിലും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതല്ലേ. സോ എല്ലാവരും നിങ്ങളൊരു ഡ്രീമിലേക്ക് എത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക, ഇനി നാളത്തേക്കൊന്നും മാറ്റി വെക്കണ്ട. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് 3 months സ്ട്രാറ്റജി ആയിരിക്കും പറയാൻ പോകുന്നത്. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള 15 മണിക്കൂർ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ 15 മണിക്കൂറിൻ്റെ ടൈം ടേബിൾ ഒന്നുമല്ല പറയാൻ പോകുന്നത്. റിയലിസ്റ്റിക് ആയിട്ട് ഇനിയുള്ള 3 മാസം നിങ്ങൾ എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്താലാണ് ഒരു 400-300 മാർക്കുള്ള കുട്ടിക്കൊക്കെ ഒരു 500, 600, 700 മാർക്സിലേക്കൊക്കെ എത്താൻ പറ്റുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനിയുള്ള മാസം 3 മാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 80 ഡേയ്സ് എന്ന് പറയുന്നത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. NCERT, റിവിഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ്. ഈ NCERT എന്ന് ഞാൻ എടുത്തു പറയാനുള്ള കാരണം, ബയോളജിയിലൊക്കെ ഒരു 3-4 പ്രാവശ്യമെങ്കിലും നിങ്ങൾ NCERT നിർബന്ധമായിട്ട് വായിച്ചിരിക്കണം. ഇനി അഥവാ നിങ്ങൾ അങ്ങനെ വായിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക, NCERT നിർബന്ധമായും നിങ്ങൾ വായിക്കും. അതിൽ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സ് ഒക്കെ സൈഡിൽ എഴുതി വെച്ച് വീണ്ടും വീണ്ടും നോക്കും എന്നുള്ളത്. അപ്പോൾ NCERT നിർബന്ധമാണ്. ബയോളജിക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് വാങ്ങിക്കണമെങ്കിൽ NCERT നന്നായിട്ട് വായിക്കണം. NCERTയിലുള്ള മെയിൻ പോയിന്റ്സ് മാറ്റി എഴുതിയെടുക്കാനും ശ്രമിക്കണം. ഇതിൽ ബയോളജിയുടെ കേസ് വരാണെങ്കിൽ ഹൈലൈറ്റ് ചെയ്താൽ മതി കേട്ടോ, അല്ലാതെ വേറെ തന്നെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഫിസിക്സും കെമിസ്ട്രിയും അങ്ങനെയല്ല, നമുക്ക് ഓരോന്നിൻ്റെ കാര്യം അതിൻ്റെതായ രീതിയിൽ പറയാം. ഇനി അടുത്ത പറഞ്ഞാൽ റിവിഷനാണ്. റിവിഷൻ എല്ലാവർക്കും അറിയാം, റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത്. എങ്ങനെ റിവിഷൻ ചെയ്യാന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പറയുന്നതായിരിക്കും. തേർഡ് തിങ് എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് ചെയ്താൽ പറ്റുമോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ചോദിക്കുന്ന സമയത്ത് റിയാലിറ്റിയിൽ എല്ലാ ദിവസവും നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്താനൊന്നും പറ്റില്ല. ബട്ട് സ്റ്റിൽ എങ്ങനെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതും ഈ വീഡിയോയിൽ പറയും. സോ ബയോളജിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ നീറ്റിന് വേണ്ടിയിട്ട് NCERT ഏകദേശം 3-4 പ്രാവശ്യമെങ്കിലും നിർബന്ധമായിട്ട് വായിക്കണം. 4 പ്രാവശ്യം എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും കുറഞ്ഞ സമയം തന്നെയാണ്, അല്ലെങ്കിൽ കുറഞ്ഞ സാധനമാണ്. കാരണം ഞാനൊക്കെ നീറ്റിന് വേണ്ടി പഠിച്ച ടൈമിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും ഒരു ചാപ്റ്ററൊക്കെ NCERT വായിച്ചിട്ടുണ്ടാവും. നമ്മൾ അറിയാതെ ഇത് വായിച്ചുകൊണ്ടിരിക്കും. ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ തലേന്ന് ഞാനിത് വായിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ ലാസ്റ്റ് 3 മാസം ആകുന്ന സമയത്ത് NCERT നിർബന്ധമായിട്ടും അങ്ങനെ നോക്കണം. പിന്നെ NCERTയിൽ യൂസ് വരുന്നത് കെമിസ്ട്രിയിലെ ഇനോർഗാനിക്കിന് വേണ്ടിയിട്ടാണ്. ഇനോർഗാനിക് അല്ലെങ്കിൽ നമ്മളെ പീരിയോഡിക് ടേബിൾ ചാപ്റ്റേഴ്സ് ഒക്കെ ഇല്ല, അപ്പം അതിന് നിർബന്ധമായിട്ടും NCERT തന്നെ വായിക്കണം. അതിൽ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. എക്സെപ്ഷൻ കേസസ് കാണുന്ന സമയത്ത് അതും മാറ്റി എഴുതി വെക്കുക. ഇനി NCERTയിലെ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, NCERTയിലെ എക്സസൈസ് ഒക്കെ നിർബന്ധമായിട്ടും നിങ്ങൾ ലാസ്റ്റ് ആവുന്ന സമയത്ത് ചെയ്യണം. ഇത് നിർബന്ധം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ അതിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇപ്പോൾ മൾട്ടി കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പം അത് നോക്കി ചെയ്ത് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനോർഗാനിക് നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കണം. ഓർഗാനിക് ആവുന്ന സമയത്ത് +2 ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ചാപ്റ്റേഴ്സ്, അമൈൻസ്, ഹൈഡ്രോകാർബൺസ് ചാപ്റ്ററിലൊക്കെ +2ൽ കുറേ നെയിം റിയാക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ NCERTയിൽ തന്നെ റെഫർ ചെയ്യുക. NCERTയിലെ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, NCERT എക്സസൈസും ചെയ്യണം. എന്നിട്ട് ഇതെന്ത് ചെയ്യുക, ഒരു ന്യൂസ് പ്രിന്റിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഷോർട്ട് നോട്ട്സ് ആക്കിയിട്ട് എഴുതി വെക്കണം. ഓർഗാനിക് ന്യൂസ് പ്രിന്റിൽ നിങ്ങൾ വേണമെങ്കിൽ നെയിം റിയാക്ഷൻസ് എഴുതി പഠിച്ചോളൂ. ബെൻസിൻ റിങ്ങൊക്കെ വരച്ചു അതിലേക്ക് ഓരോ കാർബോഹൈഡ്രേറ്റ് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, അവരുടെ റിയാക്ടിവിറ്റി ഓർഡർ എങ്ങനെയാണ്, നോമൻക്ലേച്ചർ എങ്ങനെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് ന്യൂസ് പ്രിന്റിൽ തന്നെ എഴുതി പഠിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ നമ്മൾ അറിയാതെ തന്നെ ഫീഡ് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇൻഓർഗാനിക്കിനും ഓർഗാനിക്കിനും NCERT ഈസ് വെരി യൂസ്ഫുൾ. ഇനി അതിൽ വരുന്നത് ഫിസിക്കൽ കെമിസ്ട്രിയാണ്. ഫിസിക്കൽ കെമിസ്ട്രി വരുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഫിസിക്കൽ കെമിസ്ട്രിക്ക് ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും എക്സസൈസും തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക. അതിൽ നിന്ന് ചെറിയ ന്യൂമറിക്കൽസ് മാത്രം മാറ്റിയിട്ടാണ് നീറ്റിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നമുക്ക് സ്പീഡ് ഇംപ്രൂവ് ചെയ്യാനും പറ്റും. അങ്ങനെ കുറേ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം പ്രാക്ടിക്കൽ കെമിസ്ട്രിക്ക് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുമോ, ഇനിയിപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് ക്വസ്റ്റ്യൻസ് കിട്ടുമോ, അതൊക്കെ മാക്സിമം ചെയ്യാൻ വേണ്ടി നോക്കുക. അങ്ങനെ നമുക്ക് ഫിസിക്കൽ കെമിസ്ട്രി റെഡിയാക്കാൻ പറ്റുള്ളൂ. ഈ ഫിസിക്കൽ കെമിസ്ട്രീൻ്റെ കേസിൽ തന്നെ കുറച്ച് ഫോർമുലാസ് ഒക്കെ എഴുതി വെക്കണം കേട്ടോ. നിങ്ങൾക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റാത്ത ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് NCERT വായിക്കുന്ന സമയത്ത് തന്നെ ബോക്സ് ആക്കി വെക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് വേറെ എവിടെയെങ്കിലും നിങ്ങളുടെ ഷോർട്ട് നോട്ടല്ല, ഫോർമുല നോട്ട് എന്ന് പറഞ്ഞ നോട്ടില്ലേ, ആ നോട്ടിലേക്ക് മാറ്റി എഴുതിയെടുത്താൽ മതി. അതാവുമ്പോൾ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനും സുഖമായിരിക്കും. ഇനി പറയാനുള്ളത് ഫിസിക്സിനെ കുറിച്ചാണ്. ഫിസിക്സ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ആവുന്ന സമയത്ത് ഇതെന്താ കാട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നുണ്ടാവും അല്ലേ.
മെയിനായിട്ട് നിങ്ങൾ ചെയ്യുന്നത് കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഫിസിക്സിൽ വീക്കായിട്ടും സ്ട്രോങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എഴുതാൻ നോക്കുക. വീക്കായിട്ടുള്ള ചാപ്റ്റേഴ്സ്, നിങ്ങൾക്ക് ഒന്നും അറിയാത്ത ചാപ്റ്റേഴ്സ് ആണെങ്കിൽ പ്ലീസ് അതിൽ കോൺസെപ്റ്റ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. കോൺസെപ്റ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ ആണോ അറിയാത്തത് ആ ചാപ്റ്ററിൻ്റെ പേരടിച്ച് വൺ ഷോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ലൈവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അങ്ങനത്തെ ഒരു വീഡിയോ ഇരുന്ന് കാണാം. കുറച്ച് ടൈം എടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർവേഡ് സ്പീഡിലൊക്കെ ഇട്ട് കണ്ടാൽ മതി. അതിന് ശേഷം നിങ്ങൾ അതിൽ നിന്ന് കുറച്ച് റണ്ണിങ് നോട്ട്സ് ഉണ്ടാക്കണം. എന്താണോ നിങ്ങൾക്ക് ആ വീഡിയോ ക്ലാസ് കണ്ടിട്ട് മനസ്സിലായത് ആ റണ്ണിങ് നോട്ട്സ് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയെടുക്കണം. ഇത് നിങ്ങൾ ഇന്നിപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചു നിരച്ചോ, അതിൻ്റെ റണ്ണിങ് നോട്ട്സ് നിങ്ങൾ പിറ്റേന്ന് എടുത്ത് റിവൈസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വീക്കായിട്ടുള്ള സബ്ജക്റ്റിൽ വീക്കായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വൺ ഷോട്ട് കാണാം അല്ലെങ്കിൽ ലൈവ് കാണാം. അതിനുശേഷം അത് പിറ്റേന്ന് വീണ്ടും എടുത്തൊന്ന് റിവൈസ് ചെയ്യുക. ഇതിൽ ഫിസിക്സിൽ മെയിനായിട്ട് എടുത്ത് പറയുന്ന കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമുക്ക് ഓരോ വർഷവും നീറ്റിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാമെന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് മാക്സിമം എന്ത് എഫേർട്ട് ഇടാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസിൽ തന്നെയാണ്. കൂടുതലായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ലാസ്റ്റ് ആവുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം. മോക്ക് ടെസ്റ്റ് പറ്റാവുന്ന അത്ര അറ്റൻഡ് ചെയ്യാം. ഇനി ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു നീറ്റ് ആസ്പിരൻറ്റ്, നീറ്റിൽ നല്ല മാർക്ക് വാങ്ങണം, 600+ വാങ്ങണം എന്ന് ആഗ്രഹമുള്ള ഒരു കുട്ടി ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ഹാബിറ്റാണ് ഡെയിലി റുട്ടീൻ. പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡെയിലി റുട്ടീൻ എന്ന് പറയുമ്പം ഒരു ദിവസം തന്നെ റിവിഷൻ ചെയ്തിരിക്കണം. പുതിയ കോൺസെപ്റ്റ്സ് എന്നല്ല, നിങ്ങൾ കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാക്കിയിരിക്കണം. മൂന്നാമത് കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്തിരിക്കണം. ഈ 3 കാര്യങ്ങളാണ് ഇനിയുള്ളൊരു 80 ഡേയ്സ് നിങ്ങളായിട്ട് ചെയ്യേണ്ടത്. ഒരു ഡെയിലി റുട്ടീൻ എന്ന് പറയുന്ന സമയത്ത് രാവിലെ മോർണിംഗ് എന്നുള്ള സമയം, ഇപ്പം എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഫിസിക്സ് ആയിരുന്നു ടഫായിട്ടുണ്ടായിരുന്നത്. അപ്പം രാവിലെ എഴുന്നേറ്റ് ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം റിവിഷൻ ചെയ്യും. ഫോർമുല നോട്ട്, എൻ്റെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയിലെ ഫിസിക്കൽ കെമിസ്ട്രിയുടെയും ഫോർമുലാസ് ഞാൻ എടുത്ത് റിവൈസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടെന്നത് ഫിസിക്സിനാണ്. ഫിസിക്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഫിസിക്സിലെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമായിരുന്നു. നെക്സ്റ്റ് ഞാൻ ബയോളജിയാണ് പഠിക്കുക. ഉച്ചയാവുന്ന സമയത്ത് ബയോളജി NCERT വായിക്കും. ബട്ട് NCERT മാത്രം വായിച്ചാൽ പോരാ, അതിൻ്റെ കൂടെ കുറച്ച് MCQs അറ്റൻഡ് ചെയ്യണം. എന്നാലേ നമുക്ക് ആ ടൈം മാനേജ്മെൻ്റ് ഒക്കെ ഒന്ന് റെഡി ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം രാത്രി എന്ത് ചെയ്യും? കെമിസ്ട്രിയാണ് പഠിക്കുക. കെമിസ്ട്രിയിലാവുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഓർഗാനിക് എഴുതി പഠിക്കും. ഇനോർഗാനിക് NCERT തന്നെ നോക്കും. എക്സെപ്ഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് നോക്കി പഠിക്കും. അതിനുശേഷം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യും. കോമൺ ആയിട്ട് ഇനോർഗാനിക് ഓർഗാനിക് ഒക്കെ മിക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യും. അതാണ് ഞാൻ മെയിനായിട്ട് കെമിസ്ട്രിക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ 3 സബ്ജക്ട്സും ബാലൻസ് ചെയ്ത് പോകുന്ന രീതിയിൽ നിങ്ങളൊരു റിയലിസ്റ്റിക് ടൈം ടേബിൾ ഉണ്ടാക്കണം. ഓർമ്മയ്ക്ക് ഒരു ഡെയിലി റുട്ടീൻ എന്ന് പറയുന്ന സമയത്ത് 12-15 മണിക്കൂർ പഠിക്കുന്നതിൽ ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടായിരിക്കും ഈ 12-15 മണിക്കൂറൊക്കെ പഠിക്കുന്നത്. അതിന് പകരം ഫോക്കസ് ചെയ്തൊരു 6 to 7 hours നിങ്ങൾ പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മാർക്ക് ഉണ്ടാവും കേട്ടോ. എപ്പോഴും ആലോചിക്കുക, ഈ മോട്ടിവേഷൻ കിട്ടിയിട്ടല്ല നമ്മൾ ശരിക്കും പഠിക്കുന്നത്. ഒരു കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യാൻ നോക്കുക. ഇന്നിപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു, നാളെ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഇന്നലെ പഠിച്ചത് നിങ്ങൾക്ക് വേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാ ദിവസവും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക. ഇന്നിപ്പോൾ ഒരു 6 hours ആണ്, നാളെ അറ്റ്ലീസ്റ്റ് ഒരു 6 hours എങ്കിലും നോക്കുക. ഇനി അതും പറ്റിയിട്ടില്ലെങ്കിൽ ഒരു 1 hour 2 hour എങ്കിലും നിങ്ങൾ പഠിക്കുക. നിങ്ങൾ ആ കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്ത് വരണം ഒരു ഡെയിലി റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. സോ ഇനിയുള്ള ദിവസം നമുക്ക് ചെയ്യേണ്ടത് ഒരു 3 മാസത്തിനുള്ളിൽ പേടി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഒരു എക്സാം പേപ്പർ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ 3 മണിക്കൂർ അത് എഴുതുമ്പോൾ ഒരു കുട്ടിക്ക് കുറേ ടെൻഷൻ ഉണ്ടാവില്ലേ? ഈ പേടി അങ്ങ് മാറ്റിയെടുക്കണം. അതിനുള്ളൊരു മെത്തേഡാണ് ഈ ലാസ്റ്റ് മന്തിൽ, അല്ലെങ്കിൽ ഇപ്പം ഇനിയിപ്പം 3 മാസമാണല്ലോ, അതിൽ ഫസ്റ്റത്തെ മാസം നിങ്ങൾ ചെയ്യുന്നത് ഒരാഴ്ച ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ 720 മാർക്സിൽ ഉണ്ടാവണ എല്ലാ ചാപ്റ്റേഴ്സുള്ള മോക്ക് ടെസ്റ്റ് ആണ് കേട്ടോ. ഇതിൽ ചിലപ്പോൾ ചില ചാപ്റ്റേഴ്സ് നിങ്ങൾ വീക്കായിട്ടായിരിക്കും, ചിലപ്പോൾ അതിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ അതിൽ മാർക്ക് കുറേ കൂടെ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ, ബട്ട് സ്റ്റിൽ നിങ്ങൾ അത് ചെയ്യാൻ വേണ്ടി നോക്കുക. ആ മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതാണ് ഫസ്റ്റ് കാര്യം. ഒരു വീക്കിൽ ഒരു മോക്ക് ടെസ്റ്റെങ്കിലും ചെയ്യുക. നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ ഇനിയിപ്പോൾ 3 മാസത്തിൽ 2ാമത്തെ മാസം ആവുന്ന സമയത്ത് ഒരു വീക്കിൽ നിങ്ങൾ 2 മോക്ക് ടെസ്റ്റെങ്കിലും എഴുതാൻ നോക്കണം. മാർക്ക് കുറേ കൂടെ എന്താ വെച്ചാൽ ആയിക്കോട്ടെ, പക്ഷെ ആ പേടിയാണ് മാറ്റിയെടുക്കുന്നത്. ലാസ്റ്റത്തെ 3ാമത്തെ മാസം ആവുന്ന സമയത്ത് ഒരു വീക്കിൽ 3 മോക്ക് ടെസ്റ്റ്, 3 മോക്ക് ടെസ്റ്റ് എങ്കിലും ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും നിങ്ങളുടെ മാർക്ക് കൂടി വരുന്നത്. ഈ എല്ലാ മോക്ക് ടെസ്റ്റും എഴുതിയാൽ മാത്രം പോരാ, അനാലിസിസും ചെയ്യണം. ഈ അനാലിസിസ് എന്ന് പറയുന്ന സമയത്ത് എഴുതി കഴിഞ്ഞതിന് ശേഷം എവിടെയൊക്കെയാണ് തെറ്റിയത്, എന്തൊക്കെയാണ് ശരിയായത്, അതിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്ത കോൺസെപ്റ്റ് ഏതാണോ അത് വീണ്ടും പഠിക്കുക, അതിൽ റണ്ണിങ് നോട്ട്സ് ഉണ്ടാക്കുക, റിവൈസ് ചെയ്യുക. അങ്ങനത്തെ ഒരു പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഇനി നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തെറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ തെറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒരു മിസ്റ്റേക്ക് ബുക്ക് എന്ന രീതിയിൽ മാറ്റി എഴുതിയെടുക്കുക. എന്നിട്ട് അത് നെക്സ്റ്റ് മോക്ക് ടെസ്റ്റ് ചെയ്തതിന് മുന്നേ വീണ്ടും ആ ക്വസ്റ്റ്യൻ റെഫർ ചെയ്യുക. പിന്നെ ആ ക്വസ്റ്റ്യൻ ഒരിക്കലും തെറ്റില്ല. ഇനി ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ നീറ്റ് എക്സാമിന് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു ബോണസ് പോയിന്റ് അല്ലേ? അപ്പം അങ്ങനെ ശ്രദ്ധിക്കണം. ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത് റിവിഷനെ കുറിച്ചാണ്.
റിവിഷനിൽ നിങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യമാണ് ഫോർമുല നോട്ട് എന്ന് പറയുന്നത്. അത് ഫിസിക്സിൽ നിന്ന് മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻസ് എഴുതിയെടുക്കണം, ഫിസിക്കൽ കെമിസ്ട്രിയിലെ മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻസ് എഴുതിയെടുക്കണം. പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന സാധനമാണ് മിസ്റ്റേക്ക് ബുക്ക്. ഫോർമുല നോട്ട് ഒരു ഭാഗത്തുണ്ട്. മിസ്റ്റേക്ക് ബുക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതുന്ന എക്സാമിൽ നിങ്ങൾക്ക് മിസ്റ്റേക്സ് വരുന്ന ക്വസ്റ്റ്യൻസ് മാറ്റി എഴുതിയെടുക്കുക. അത് ഓരോ എക്സാമിന് കയറുന്നതിന് മുന്നേ അതൊന്ന് വായിച്ചു നോക്കുക. മൂന്നാമത്തെ ഒരു ബുക്കാണ് ബയോളജിയിലെ ഷോർട്ട് നോട്ട്. ബയോളജിയിലെ ഡേറ്റ്സ്, ഫൈൻഡിങ്സ്, സയന്റിസ്റ്റിന്റെ പേര്, അല്ലെങ്കിൽ പ്രയോറിറ്റി ഓർഡർ, അങ്ങനത്തെ കുറേ കാര്യങ്ങളില്ലേ നമുക്ക് എപ്പോഴും മറന്നു പോകുന്ന കാര്യങ്ങൾ, അതൊരു കുഞ്ഞി സ്പൈറൽ നോട്ടിൽ എഴുതി വെക്കുക. ഈ 3 ബുക്കും ഒരു എക്സാമിന് കയറുന്നതിന് മുന്നേ നിങ്ങൾ റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സാമിന് 3 മണിക്കൂർ നിങ്ങൾക്ക് സുഖമായിട്ട് എക്സാം എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മ വരും. കുറേ കുട്ടികൾ പറയുന്ന കാര്യമാണ് പഠിച്ചതൊന്നും ഓർമ്മയില്ല എന്നുള്ള. പക്ഷെ ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഒരു 150-200 മാർക്കെങ്കിലും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഓരോ ടോപ്പേഴ്സും, ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഓരോ സ്റ്റുഡൻസും, അവർക്ക് ആരും പറഞ്ഞു കൊടുത്തതൊന്നല്ല, പക്ഷെ അവർ സ്വന്തം കണ്ടെത്തിയ വഴികളാണ്. നമ്മുടെ മിസ്റ്റേക്സിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പം അങ്ങനെ പഠിച്ചാണ് നമ്മൾ പുതിയ മെത്തേഡ്സ് കണ്ടുപിടിക്കും. അങ്ങനെ മാത്രം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. പക്ഷെ ലാസ്റ്റ് ഒരു കാര്യം പറയട്ടെ, ഒരു ദിവസം പോലും വെറുതെ ഇരിക്കരുത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു മണിക്കൂറോ 2 മണിക്കൂർ, അറ്റ്ലീസ്റ്റ് 3 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിച്ചാൽ മതി. പക്ഷെ അത് ഡെയിലി പഠിച്ചുകൊണ്ടിരിക്കണം. ഒരു ദിവസം 10 മണിക്കൂർ പഠിച്ച് പിറ്റേന്ന് വെറുതെ ഇരിക്കുന്നതിൽ ഒരു കാര്യമില്ല. പിന്നെ നിങ്ങൾ 3 മണിക്കൂറാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ നാളെ 3 മണിക്കൂർ പഠിക്കുക, മറ്റന്നാൾ 4 മണിക്കൂറാക്കുക, പിന്നെ ഒരു 5 മണിക്കൂറാക്കുക. അങ്ങനെ കുറച്ചിങ്ങനെ മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ കൂട്ടി വന്നാൽ മതി. ബട്ട് ഒരിക്കലും ഒരു ദിവസം പോലും നിങ്ങൾ വെറുതെ ഇരിക്കരുത്. അത് ചിലപ്പം നിങ്ങളുടെ ലാസ്റ്റിലുള്ള നിങ്ങളുടെ സ്കോറിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇരുന്ന് റിഗ്രറ്റ് അടിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. സ്റ്റാർട്ട് ടുഡേ. ഓൾ ദി ബെസ്റ്റ് നീറ്റ് ആസ്പിരൻസ്, ഓൾ ദി ബെസ്റ്റ് സ്റ്റുഡൻസ്. +2 പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. നിങ്ങളുടെ ഫസ്റ്റ് ചാൻസ് ആയിരിക്കും ഈ എക്സാം ഒക്കെ. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ട് പോവാം, നല്ല മാർക്ക് വാങ്ങിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.